ഹായ് എവ്രിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനും കുട്ടി ഒന്ന് നിലാമുറ്റം വരെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 10-11 മണിയാകുമ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. നാസ്തയൊക്കെ കഴിച്ചു, ചോറും കറിയൊക്കെ ആക്കി എല്ലാ പണിയും ഒരുക്കിയിട്ടായിരുന്നു ഞാനും കുട്ടി ഇറങ്ങിയത്. നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ മഴയൊന്ന് തോർന്നപ്പോഴാണ് നമ്മളിന്ന് ഇറങ്ങിയത്. പോകുന്ന വഴിയൊക്കെ കാടാണ് കേട്ടോ. മഴ പെയ്തിട്ട് ആകെ കാടായിട്ടാണുള്ളത്. അപ്പോൾ ഇയാൻ്റെ വീട്ടിലൊന്ന് കയറണം, അതുകൊണ്ടാണ് ഈ വഴി പോയത്. അങ്ങനെ ഞാൻ കുട്ടി നിലാമത്തെത്തി. സിയാർത്തൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം അവിടെ ഇരുന്നു കേട്ടോ. അപ്പോൾ നിലാമറ്റെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ ഒരു പന്തലിട്ട സ്ഥലമാണ് മക്ബറ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. നിലാമറ്റം മക്ബറ സ്ഥിതി ചെയ്യുന്നത്. നിറയെ മരങ്ങളാണ്. വവ്വാലിൻ്റെ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്നറിയില്ല. ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഈ വവ്വാലുകളും ഈ നിലാമുറ്റവും. ആ മുറ്റാണ് നിലാമുറ്റം എന്നറിയപ്പെടുന്നത്. ഇപ്പോഴാണ് ഇങ്ങനെ പന്തലൊക്കെ ഇട്ട് മഴ നനയാതെ ആക്കിയത് കേട്ടോ മക്ബറ. അപ്പോൾ ഇന്ന് പുറത്തുനിന്നൊക്കെ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സ്ത്രീകൾക്ക് ഇരിക്കുന്ന സ്ഥലത്തൊക്കെ കുറച്ച് ആൾക്കാർക്ക് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനും കുട്ടി നിലാമുറ്റം ഒരു കിണറുണ്ട്, വെള്ളമൊക്കെ കുടിക്കുന്ന കിണറാണ് കേട്ടോ. ചെറിയ കിണറാണ്, അധികം ആഴമൊന്നുമില്ല കേട്ടോ. ഒരു കുളം പോലെയാണ് കിണർ എന്ന് പറയുന്നുള്ളൂ കേട്ടോ. അപ്പുറം ഒരു കിണർ കുത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷേങ്കിൽ അതിൽ ചളിവെള്ളമാണ്. തൊട്ട് മേലെ ഒരു മൊട്ടക്കുന്ന് പോലെയാണ്, പക്ഷേങ്കിൽ ഈ കട്ടൻ പയറാണ് ഈ പച്ച പുതച്ച നിലയിൽ കാണുന്നത് കേട്ടോ. അത് നല്ല ഭംഗിയുണ്ട് പക്ഷേങ്കിൽ കാണാനായിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കിണറിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ അവിടെയാണ് മക്ബറ വരുന്നത്. ആ ഒരു ബിൽഡിങ്ങില്ല, അതിൻ്റെ ഉള്ളിലോട്ട് അടുത്ത സൈഡിലൂടെ പോയിട്ടാണ് മക്ബറ വരുന്നത്. അങ്ങനെ നമ്മൾ പോയ കാര്യമൊക്കെ ഭംഗിയായി ചെയ്ത് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. ഇയാൻ്റെ വീട്ടിലാണ് കേട്ടോ വന്നത്. അപ്പോൾ ദാനു ഐസും ഇങ്ങനെ സെൻട്രലിൽ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര കളിയായിരുന്നു. അപ്പോൾ നമ്മളെ കണ്ടിട്ട് ദാനു ഇങ്ങനെ ഓടി വരുന്നുണ്ട്. ഐസും അങ്ങനെ ശ്രദ്ധിച്ചില്ല. ഇനി ഐസുവിന് കളിപ്പാട്ടമൊക്കെ ഉള്ളതുകൊണ്ട് ഐസ് അവിടെ ഇങ്ങനെ കളിക്കുന്നുണ്ട്. വരണോ വേണ്ടിയോ എന്നിങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷേ ദാനു ഇങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ മുട്ടിലഴഞ്ഞ് വരുന്നുണ്ട്. ദാനുവിൻ്റെ മുട്ടിലഴയിൽ കുറച്ച് വ്യത്യസ്തമാണ് കേട്ടോ. അവൻ രണ്ട് കാലിങ്ങനെ മുട്ടിലിങ്ങനെ കുത്തി വരില്ല. ഒരു കാലിങ്ങനെ മുട്ടിൽ കുത്തിയിട്ട് ഒരു കാലിങ്ങനെ വലിക്കുക ചെയ്യുക. അപ്പോൾ രണ്ട് കാലും ഇങ്ങനെ മുട്ടിൽ കുത്തിയിട്ട് വരില്ല കേട്ടോ. ഐസു രണ്ട് കാലും മുട്ടിൽ കുത്തിയിട്ട് നല്ല സ്പീഡിലൊക്കെ വരും കേട്ടോ. ഇന്നത്തോ മടി പിടിച്ചിട്ട് കുട്ടി വേഗം പോയി എടുത്തതാണ്. അപ്പം നമ്മളെ കണ്ടിട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. ഇഫുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവർക്ക് കുട്ടികളെയാണ് ഭയങ്കര കാര്യം. ഷായിനെയും ഇഫുവിന് എൻസുനെയും പിന്നെ ഷെസുവിനൊക്കെ ഭയങ്കര കാര്യമാണ്. ഇവരോട് കളിക്കുന്ന കുട്ടികളെ ഭയങ്കര കാര്യമാണ് കേട്ടോ. അപ്പോൾ അവരപ്പം ഇങ്ങനെ നല്ലോണം കളിക്കും. അപ്പോൾ ഇഫു ബിസ്ക്കറ്റൊക്കെ കാണിച്ചിട്ട് അടുത്തോട്ട് വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഐസ് ഓടി പോകുന്നുണ്ട്. ഇവരെ കൂടി ഇങ്ങനെ ഇരിക്കുമ്പോഴേ നമ്മളെ ടെൻഷനൊക്കെ എവിടേക്കോ പോകും. സമയം പോകുന്നതേ അറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇയാൻ്റെ അവിടെ വന്നാൽ ഇവരുടെ കളിയൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കും. രണ്ടാളും കൂടി ആകുമ്പോൾ നല്ല രസമാണ് കളി. അടിയും പിടിയൊന്നുമില്ല കേട്ടോ. രണ്ടാളും അങ്ങനെ അടിയും പിടിയൊന്നുമില്ല. ഒരാളൊന്നടുത്ത് ഒരാൾ വേറെ നോക്കി അങ്ങനെ പോകും. കരച്ചിലും പിരിച്ചിലും അങ്ങനെ വലിയ കരച്ചിലും പിരിച്ചിലൊന്നുമില്ല കേട്ടോ. ഞാനിങ്ങനെ എന്ത് കിട്ടിയാലും ഇപ്പോൾ ഒരു മുട്ടലാണ്, മുട്ടി നോക്കലാണ് കേട്ടോ. അപ്പോൾ ഇക്ക അവിടെയാണ് മരം മുറിക്കുന്നത് കേട്ടോ, ഇഫുവിൻ്റെ മൂത്താപ്പ. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്കൊക്കെ വലിയ മരമാണ്. അപ്പോൾ അങ്ങനെ മരം ഇങ്ങനെ മുറിച്ച് ഇടുന്നുണ്ടായിരുന്നു. കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ ഇഫുവിന് ബിസ്ക്കറ്റും കേക്കൊക്കെ വാങ്ങിക്കൊടുത്തോട്ടൊക്കെ ഇന്നലെയും ഉണ്ടായിരുന്നു മരം മുറിക്കാൻ. അപ്പോൾ 2 ദിവസമായിട്ട് മൂത്താപ്പാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മഴയത്താണ് തിരിച്ച് വീട്ടിലെത്തിയത്. വരുന്ന വഴിക്ക് നമുക്ക് നമ്മുടെ അയൽവാസിയായ എണീച്ച് ഒരു ചക്കയും കൂടി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒന്നും വേണ്ട എന്നിട്ടൊരു പീസാണ് ഞാൻ എടുത്തത്. അപ്പോൾ പച്ചച്ചക്കയാണ്, വെച്ച് നോക്കാം. നല്ല ചക്കയാണെന്നാണ് പറയുന്നത് കേട്ടോ. നല്ല മഴയാണ്, അപ്പോൾ നല്ല വിശപ്പും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചോറൊക്കെ ആക്കി വെച്ചിട്ടാണ് പോയത്. എന്താ ഇഫു മൂത്താപ്പ വാങ്ങിക്കൊടുത്ത ബിസ്ക്കറ്റും കേക്കൊക്കെ ടേബിളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതൊന്നും ഞാൻ വാങ്ങിക്കൊടുക്കലേ ഇല്ലായിരുന്നു കേട്ടോ. കാരണം മഞ്ഞപ്പിത്തി ഇപ്പോൾ ഒന്ന്
മാറിയിട്ടില്ല, ഒരു 2 ആഴ്ച ആയിട്ടേ ഉള്ളൂ ഇഫുവിൻ്റെ നോർമലായിട്ട്. അതുകൊണ്ട് അതൊന്നും ഞാൻ വാങ്ങിക്കൊടുക്കില്ലായിരുന്നു. മൂത്താപ്പ് പിന്നെ അതൊന്നും കാര്യമാക്കാണ്ട് അങ്ങ് വാങ്ങിക്കൊടുക്കും കേട്ടോ. അതൊക്കെ പണ്ടേ ഇങ്ങനെയാണ്. നമ്മൾ തറവാട്ടിൽ നിൽക്കുന്ന സമയം ഒക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കുട്ടിയൊക്കെ എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുക്കും. പിന്നെ ഇങ്ങനെ പണിക്കൊക്കെ പോയാൽ നമുക്കും അതിൽ നിന്ന് ഒരു പങ്ക് കൊണ്ടുത്തരും. ചക്കയും മാങ്ങയൊക്കെ നമുക്ക് കൊണ്ടുത്തരും കേട്ടോ. കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മളെ തോരനായിട്ട് ഒരു പാവയ്ക്കയും ക്യാരറ്റും തോരനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കേട്ടോ. കുട്ടി ഈ പാവയ്ക്ക അങ്ങനെ കഴിക്കില്ല, ചില സമയം കഴിക്കും, ചില സമയം കഴിക്കില്ല. പിന്നെ കറിയായിട്ട് വെണ്ടയ്ക്കയും തക്കാളിയും വെച്ചിട്ട് ഒരു കറി വെച്ചിട്ടുണ്ടായിരുന്നു. പുളി പറന്നിട്ടാണ് കേട്ടോ. കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ട് പുളിയും പറന്ന് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒരു വിസിൽ കൊടുക്കും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കടുക് താളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് കടുക് താളിക്കാൻ തുടങ്ങിയത്. നമ്മൾ ഈ മഞ്ഞപ്പിത്തം മാറുന്നത് വരെ ഈ പുളിവെള്ളം പാർന്നിട്ട് ഇങ്ങനെ ഒരു വിസിൽ കൊടുക്കുകയാണ് ചെയ്തത്. ഇപ്പം കടുക് താളിക്കണ്ട കേട്ടോ, ചെറിയ രീതിയിൽ കടുക് താളിക്കും. ഒരുപാട് ഓയിലൊന്നും എണ്ണയൊന്നും ഉപയോഗിക്കാതെ വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കാതെ, ഓയിൽ ഉപയോഗിക്കില്ല കേട്ടോ, വെളിച്ചെണ്ണ കുറച്ച് ഉപയോഗിച്ചിട്ട് കടുക് താളിച്ചിട്ടുണ്ട്. പക്ഷേ നല്ല ടേസ്റ്റാണ് ഈ കറി. ഈ കറി ഞാൻ ആദ്യമായിട്ട് കഴിച്ചത് നമ്മൾ മലപ്പുറം ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോഴായിരുന്നു കേട്ടോ. ഈ ഒരു കറിയും തോരനും പപ്പടവും മീൻ പൊരിച്ചതായിരുന്നു അവിടെ അന്ന് ഫുഡ്. പക്ഷേങ്കിൽ നമ്മളെല്ലാവരും നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചു. ഈ കറീൻ്റെ ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഒരു തവണ ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെടും, എല്ലാം ഇഷ്ടപ്പെടുന്നവർ ഉണ്ടാവില്ല. എനിക്കെന്തായാലും പേഴ്സണലി നല്ല ഇഷ്ടമായി ഈ കറി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ കറി ഉണ്ടാക്കി നോക്കലുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമാണ്, കുട്ടിക്കും ഇഷ്ടമാണ് കേട്ടോ. വെണ്ടയ്ക്കൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നല്ല. അപ്പോൾ ചോറും അവിടെ രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് പവർ കട്ടായി കേട്ടോ, കറണ്ട് പോയി. കറണ്ട് രാവിലെ ചിലപ്പം പോകും, ചിലപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയി വരും. ചിലപ്പോൾ 9 മണിക്ക് പോയാൽ 5 മണിക്കായിരിക്കും വരിക. അപ്പോൾ ഇതൊരു പ്രശ്നം തന്നെയാണ് കേട്ടോ. ഈ മഴ സമയത്തും പവർ കട്ട് എന്ന് പറയുന്നത് ഒരു പ്രശ്നം തന്നെ. അപ്പോൾ ഈയിടെ ഒരു വീഡിയോ കണ്ടു, നമ്മുടെ പ്രിയദർശിനി ബസ്സിൽ ഈ പവർ കട്ടിനെതിരായിട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ മെഴുകുതിരി വിതരണം ചെയ്യുന്നൊരു കോമഡി റീലായിരുന്നു കേട്ടോ. ഒരു എന്താ പറയുക, സ്നേഹപ്രതിഷേധം എന്ന് പറയുന്നത്. അത് നന്നായി, കാരണം ഈ ഒരു സമയത്ത് പവർ കട്ട് നന്നല്ല. അപ്പോൾ നമ്മൾ ചോറ് വയ്ക്കുകയാണ് കേട്ടോ. നിങ്ങൾക്കെന്താണ് ഈ അഭിപ്രായം? ഈ മഴ സമയത്തൊക്കെ പവർ കട്ട് ചെയ്യുന്നത് ശരിയാണോ? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു പവർ കട്ടുള്ള സമയത്ത് നമ്മൾ എമർജൻസി വെച്ചിട്ടാണ് ചോറ് കഴിക്കുന്നത്. നമ്മൾ കിച്ചൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് കൂനാമാനേരിട്ടാണ് കേട്ടോ. കാരണം കറണ്ടില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് നമ്മുടെ കിച്ചൻ്റെ അവസ്ഥ. ഇൻവെർട്ടറോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാം ഉള്ള ആൾക്കാർ ഉണ്ടാവില്ലല്ലോ, എല്ലാവർക്കും എല്ലാം ഉണ്ടാകണം എന്നില്ലല്ലോ. അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ അവസ്ഥ എന്താ, കറണ്ടില്ലെങ്കിൽ പോയി എന്നുള്ള ഒരു അവസ്ഥയാണ്. ഇപ്പോൾ മഴയായതുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങാനും പറ്റില്ല. അങ്ങനത്തെയൊക്കെ ഒരവസ്ഥയുണ്ട്, ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. രാവിലെ ചോറും കറിയും വെച്ചുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ വന്നിട്ട് വെക്കാനിരുന്നെങ്കിൽ പെട്ടുപോയേനെ. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ പ്രധാന വിശേഷം നിലാവറ്റം പോകുന്നതായിരുന്നു. അൽഹംദുലില്ലാ അതൊക്കെ നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു. അതൊരു സമാധാനമുണ്ട്. കാരണം നമുക്ക് വിശ്വാസമുള്ളവർക്ക് വിശ്വാസം ഉണ്ടാകും. എനിക്കെന്തായാലും നല്ല വിശ്വാസമാണ് കേട്ടോ. ഞാൻ കുഞ്ഞുനാളിലേ പോകുന്ന മക്ബറയാണ് നിലാമുറ്റം. അപ്പോൾ എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ ഞാൻ അവിടത്തേക്കൊരു ചെറിയൊരു നേർച്ച വെക്കാറുണ്ട്. അതെന്തായാലും പോയിട്ട് നമ്മൾ സിയാറത്ത് ചെയ്ത് യാസീൻ ഓതി വരാറുണ്ട്. അതൊരു വിശ്വാസമാണ്. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയായി ഞങ്ങൾ ചോറ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.